മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ഡ്രീം ലാൻഡ് പാർക്ക് വലിയ മാറ്റത്തിനൊരുങ്ങുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയുടെ സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ തുടക്കമിടുന്നത്. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ലതാ പാലത്തിനരികിലെ ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്ക് വലിയ മാറ്റത്തിനൊരുങ്ങുകയാണ്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയുടെ സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ തുടക്കമിടുന്നത്. കേരളത്തിലെ മികച്ച നഗര പാർക്കുകളിൽ ഒന്നാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 4.5 ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിന്റെ പകുതി ഭാഗത്താണ് ആദ്യഘട്ട വികസനം നടപ്പിലാക്കുന്നത്. പുതിയ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പ്രകാരം ലഭ്യമായ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്ന രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പാർക്കിലെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് ഏറെ നാളായി സന്ദർശകരും നാട്ടുകാരും നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു. ഇതിന് സ്ഥിരപരിഹാരമായി പാർക്കിനുള്ളിൽ തന്നെ ക്രമബദ്ധമായ പാർക്കിംഗ് സൗകര്യമൊരുക്കുന്നതും പുതിയ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വലിയ പ്രശ്നമായിരുന്നു മുനിസിപ്പൽ പാർക്കിന്റെ ശോചനീയാവസ്ഥ എന്നുള്ളത്. അതിനൊരു പരിഹാരം കണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിയിട്ടുള്ളത്. 50 ലക്ഷം രൂപ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണം ഈ ഒരു ഭരണസമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ, ഈ അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ വർക്ക് ആരംഭിക്കുകയാണ്. 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ പാർക്കിംഗ് ഉൾപ്പെടെ ഉള്ള ഒരു DPR ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ എഗ്രിമെന്റ് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും തന്നെ നമ്മൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി പണി ഇവിടെ ആരംഭിക്കുകയാണ്. പാർക്കിന്റെ എൻട്രൻസ് വരുന്ന ഏരിയ തൊട്ട് താഴ്ഭാഗത്തേക്ക് അത്യാവശ്യം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ, അതിനുള്ള പ്രൊവിഷൻ നമ്മൾ അവിടെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മുൻവശത്ത് തന്നെ അതിമനോഹരമായ ഒരു ഫൗണ്ടൻ ഒരുക്കുന്നുണ്ട്. ഫൗണ്ടന് ചുറ്റി വളഞ്ഞു വരാവുന്ന രീതിയിൽ റൗണ്ട് ചെയ്ത് വഴികളൊക്കെ രൂപപ്പെടുത്തി പുല്ലുകളൊക്കെ വെച്ച് മനോഹരമായ രീതിയിൽ ഈ ഒരു പാർക്കിനെ അണിയിച്ചൊരുക്കുകയാണ്. മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു ഇവിടുത്തെ കളിയുപകരണങ്ങൾ കേടുവരുന്നു എന്നുള്ളത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഈ ഒരു പദ്ധതി വരുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പണം മുടക്കി അത് വേസ്റ്റ് ആക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയത്. അപ്പോൾ ഇതെന്തായാലും അതിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കളി ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് 5 ലക്ഷം രൂപയുടെ 2 പദ്ധതി, അതായത് 10 ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അതും ഈ അധികം വൈകാതെ കൊണ്ട് തന്നെ അതും പൂർത്തീകരിക്കുന്നതാണ്. കുട്ടികൾക്കായുള്ള ആധുനിക കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി നഗരസഭ പ്രത്യേകമായി 10 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പാർക്കിനെ കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ ആകർഷകമാക്കുന്ന രീതിയിൽ നൈറ്റ് ലൈഫ് സൗകര്യങ്ങൾ, മനോഹര ലൈറ്റിംഗ് സംവിധാനങ്ങൾ, ഇരിപ്പിടങ്ങൾ, വാക്ക് വേ, സൗന്ദര്യവൽക്കരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി പരിഗണനയിലുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്കിടയിലും നവീകരണം വൈകിയത് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി കൂടുതൽ സമഗ്രവും ദീർഘകാല പ്രയോജനവുമുള്ള പദ്ധതിയായി മുന്നോട്ടു പോകുന്നതിനായിരുന്നുവെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. മൂവാറ്റുപുഴയുടെ നഗര സൗന്ദര്യത്തിന് പുതിയ അധ്യായമാകുന്ന ഈ നവീകരണ പദ്ധതി കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമായി പാർക്കിനെ മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് നഗരവാസികൾ. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.